ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഈസിറ്റ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങളെല്ലാവരെയും തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വേക്കൻസികൾ, റിപ്പോർട്ടുള്ള വേക്കൻസിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ പറയുന്ന കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഓഫീസറുടെ ബന്ധപ്പെട്ട് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ പറയുന്ന 1242 പേരടങ്ങുന്ന റാങ്ക് ലിസ്റ്റാണ് എന്ത് ചെയ്യുന്നത്, പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നോക്കിയേ, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ റാങ്ക് ലിസ്റ്റ് PSC പ്രസിദ്ധീകരിച്ചു. മെയിൻ ലിസ്റ്റിൽ 838 പേര്, സപ്ലിമെന്ററി ലിസ്റ്റിൽ 404 എന്നിങ്ങനെ 1242 പേരാണ് എന്ത് ചെയ്യുന്ന ലിസ്റ്റിൽ. അതേപോലെ തന്നെ എന്താണ് പരിശോധന, ഫോട്ടോ കോപ്പി, ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കൽ എന്നിവയ്ക്ക് മാർച്ച് 24 അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. മുൻ ലിസ്റ്റിൽ നിന്ന് 411 നിയമന ശുപാർശ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 411 പേർക്കാണ് എന്ത് ചെയ്യുന്നത്, നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. 2025 മാർച്ച് 10 നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിൽ ഒരു വർഷ കാലാവധി പൂർത്തിയാക്കാൻ മാർച്ച് 9 അവസാനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ മുൻവർഷ റാങ്ക് ലിസ്റ്റിൽ 411 പേർക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ പുതിയ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനകത്തുള്ള ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1242 പേരടങ്ങുന്ന ഒരു റാങ്ക് ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. 96 ഒഴിവുകളാണ് എന്ത് ചെയ്യുന്നത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അല്ലേ. അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, നിങ്ങളെല്ലാം അറിഞ്ഞ കാര്യം കൊണ്ട് അല്ലേ, ആ കാര്യങ്ങൾ തന്നെ ആയിരിക്കാം അല്ലേ. അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാവരും അറിയാൻ വേണ്ടി സാധിക്കും, കാരണം ഇത് നമ്മുടെ റാങ്ക് ലിസ്റ്റോട് ബന്ധപ്പെട്ട ഒരു നോട്ടീസാണ് അവിടെ നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഒരു ക്ലിപ്പിംഗ് ആണ് നൽകിയിട്ടുള്ളത്. നോക്കിയേ, ഇതിനകത്ത് മെയിൻ ലിസ്റ്റുള്ള കാൻഡിഡേറ്റ്സിന്റെ എണ്ണമാണ് ഈ പറയുന്ന 832 എന്ന് പറയുന്നത്. സപ്ലിമെന്ററി ലിസ്റ്റിൽ 404 പേരാണ് എന്ത് ചെയ്യുന്നത് അടങ്ങിയിട്ടുള്ളത്. അതേപോലെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 1242 പേരാണ് എന്ത് ചെയ്യുന്നത് അവിടെ ഉള്ളതെന്നുള്ളതാണ്. അതേപോലെ വേക്കൻസി ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റും. 93, 3, 96 വേക്കൻസികളാണ് എന്ത് ചെയ്യുന്നത് അവിടെ ഉള്ളതെന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് എന്താണ് അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ ഈ പറഞ്ഞ എക്സാമിനേഷൻ എഴുതിയിട്ട് അതിൻ്റെ ഈ പറഞ്ഞ റാങ്ക് ലിസ്റ്റ് ആയിക്കോട്ടെ, മെയിൻ ലിസ്റ്റ് ആയിക്കോട്ടെ, എന്താണ് ഒരു പോസ്റ്റിന്റെ സ്റ്റാറ്റസിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് നോക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരള PSCയുടെ വെബ്സൈറ്റിലേക്ക് കയറുക കേട്ടോ. ആദ്യം ഇവിടെ കേരള PSCയുടെ വെബ്സൈറ്റിൽ കയറിയതിനു ശേഷം നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങളുടെ കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഈ സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റിൽ കയറിയതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ ഈ പറയുന്ന ഏത് കാറ്റഗറിയാണ്, ഈ പറയുന്ന ഫയർ റെസ്ക്യൂ ഫോഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സിവിൽ പോലീസ് ഓഫീസർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ APO ആയിക്കോട്ടെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഏത് പോസ്റ്റാണോ അതിവിടെ കൊടുത്തതിന് ശേഷം ഗോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ എന്ത് ചെയ്യും, PSC അവിടെ നൽകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് ആരുടെ സഹായമൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇത് ലഭ്യമാകുന്നതായിരിക്കും എന്നുള്ളതാണ്. മറ്റൊരു കാര്യം പ്രധാനമായിട്ടും പറയാനുള്ളത്, ഈ പറയുന്ന PSCയോട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം നിയമനമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അപ്പം PSCയോട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഈ പറയുന്ന രീതിയിൽ നിയമനങ്ങളൊക്കെ നടക്കുന്നത് ഫോഴ്സ് ലെവൽ എക്സാമിനേഷൻസിൽ മാത്രമാണ് അല്ലേ. ഈ പറയുന്ന പോലീസിലും ഫയർഫോഴ്സിലും ബീറ്റ് ഫോഴ്സിനൊക്കെ പറയാൻ തന്നെയാണ് ഈ പറയുന്ന രീതിയിൽ, അല്ലെ APOക്ക് തന്നെയാണ് പൊതുവെ ഈ പറയുന്ന നിയമനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് വർഷകാലങ്ങളായിട്ട് ഈ പറയുന്ന രീതിയിൽ നടക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഫോഴ്സിൽ പ്രധാനമായിട്ട് ജോലി നോക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക, വളരെ സ്ട്രെസ് ചെയ്ത് അതിനെ വേണ്ടി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫോഴ്സ് ലെവൽ എക്സാമിനേഷൻസിൻ്റെ ഒക്കെ ഈ പറയുന്ന പ്രായപരിധിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്ന കൂട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വട്ടം ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കൈവിട്ട് പോയി എന്ന് കരുതുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്നും കൈവിട്ട് പോയിട്ടില്ല, നിങ്ങൾക്ക് എന്താണ് ഇനി അവസരങ്ങളൊന്നും കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. ഓക്കെ, നിങ്ങൾക്ക് ഇനി മറ്റൊരു അവസരമില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക, പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ നിയമങ്ങൾ അത്യാവശ്യം നടക്കുന്ന ഒരു ഈ ഫോഴ്സിലെ പരീക്ഷകൾ തന്നെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തയ്യാറെടുപ്പുകൾ കൊണ്ടുപോകണമെന്നുള്ളതാണ് അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ പറഞ്ഞ 2026 ഒരുപാട് ഫോഴ്സിലെ പരീക്ഷകൾ വരികയാണ്. നിങ്ങൾ ഇത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ പറയാൻ മിസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന പരീക്ഷകൾ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത് ഈ പറയുന്നതാണ് കുറച്ചുകൂടെ പ്രായം ഈ പറഞ്ഞ കൂട്ടിയിട്ടുള്ള ആളുകളുമായിട്ടെല്ലാം തന്നെ ഈ പറയുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, കോമ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അത്യാവശ്യം നല്ല വർഷങ്ങളായിട്ട് ഈ പറയുന്ന PSCയിലേക്ക് ഉണ്ടായിരുന്നവരും അതേപോലെ 1-2 മാർക്കൊക്കെ പോയവരുമായിട്ടാണ് കോമ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എന്ത് ചെയ്യും, നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ പണിയെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ വിളിച്ചിട്ടുണ്ടായിരുന്ന, അതായത് ഇനി വരാൻ പോകുന്ന എക്സാമിനേഷൻസിനൊക്കെ വേണ്ടി നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഈ പരീക്ഷ നിങ്ങളുടെയാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി തീർച്ചയായും ഇത് കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ, മറ്റൊരു അവസരത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇനി കാത്തിരിക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഇനി എങ്ങനെ പഠിച്ചു തുടങ്ങണം, അല്ലെങ്കിൽ രീതിയിൽ പഠിക്കുന്ന ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ പറയുന്ന എങ്ങനെ പഠിക്കണമെന്നോ വളരെ ഈ പറയുന്ന സയന്റിഫിക് മെത്തേഡിലൂടെ പഠിച്ചു പോകാൻ വേണ്ടി താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ഈസിറ്റ് ബി അക്കാഡമിയിൽ നമ്മൾ സല്യൂട്ട് എന്നൊരു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഈ പറയുന്ന CPOയ്ക്ക്, വുമൺ CPOയ്ക്ക്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്, സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർ റെസ്ക്യൂ ഓഫീസർ, വുമൺ ഫയർ റെസ്ക്യൂ ഓഫീസർ പോലെ തസ്തികൾക്ക് ഏത് തസ്തിക ആയിക്കോട്ടെ, ഇനി വരാൻ പോകുന്ന തസ്തിക വിളിക്കാൻ വേണ്ടി പോകുന്ന തസ്തികളായിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന രീതിയിൽ എക്സാമിനേഷൻ നടക്കാൻ വേണ്ടി പോകുന്ന തസ്തികളായിക്കോട്ടെ, എങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഫോഴ്സ് ലെവൽ എക്സാമിനേഷന് വേണ്ടി പഠിക്കുന്നവരാണ് എന്ത് ചെയ്യാൻ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ പറ്റിയ ബാച്ചും കൂടിയാണ് സല്യൂട്ട് എന്ന് പറയുന്ന ബാച്ച് കേട്ടോ. അപ്പോൾ
നിങ്ങൾക്ക് ഈ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഡെയിലി സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ നിങ്ങൾക്ക് സിലബസ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കും. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷൻസും സ്പെഷ്യൽ ടോപ്പിക് സെക്ഷൻസും മെന്റർഷിപ്പ് സപ്പോർട്ടും എല്ലാം എന്ത് ചെയ്യും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഇപ്പോൾ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടോ ക്ലാസ്സുകളായിട്ട് ബന്ധപ്പെട്ടോ ഇത് ഡൗട്ടോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തൊട്ട് താഴെ കണ്ട് നമ്മൾ വിളിച്ച് എന്ത് ചെയ്യുക കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം ഓർക്കുക, നമ്മൾ ഈ പറയുന്ന നഷ്ടപ്പെടുത്തി കളയുന്ന ഓരോ അവസരങ്ങൾ പിന്നെ നമുക്ക് തിരിച്ചു കിട്ടിയെന്ന് വരത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം ഒരു സർക്കാർ ജോലിയാണ് അല്ലെങ്കിൽ ഒരു യൂണിഫോം ഫോഴ്സ് ആണ് നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമെങ്കിൽ എന്ത് ചെയ്യുക അതിനുവേണ്ടി നല്ല രീതിയിൽ തയ്യാറെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ വേണ്ടി കാത്തിരിക്കരുത്. ഇപ്പോൾ നിങ്ങൾ അയച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളെ കൊണ്ട് കഴിയും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു സ്ട്രാറ്റജി അതിന് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. ഈ ഒരു പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കുക എന്നുള്ളത് മനസ്സിലാക്കി പോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഒരു എന്ത് ചെയ്യുക സ്ട്രാറ്റജി ആദ്യമേ നിങ്ങൾ ആദ്യം ഉണ്ടാക്കുക, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക തയ്യാറെടുക്കുക. ഓക്കെ, അപ്പം ഒരു വലിയൊരു സമൂഹത്തിൻ്റെ കൂടെ തന്നെയാണെങ്കിൽ ഈ പറയുന്ന ഓട്ട മത്സരത്തിൽ തയ്യാറെടുക്കേണ്ടത് അല്ലെങ്കിൽ ഈ പറയുന്ന ഓട്ട മത്സരത്തിൽ ജയിക്കേണ്ടത് എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ ഇത് നിങ്ങളുടെ മത്സരമാണ് അല്ലേ, നിങ്ങൾ ഓടിയാൽ മാത്രമേ നിങ്ങൾ വിജയിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഓട്ടം എത്രത്തോളം ഈ പറയുന്ന രീതിയിൽ സ്പീഡ് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു അത്രത്തോളം നിങ്ങൾ വിജയിക്കാനുള്ള സാധ്യതയും കൂടും. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ തയ്യാറെടുക്കുക. ഓക്കെ, ഈ പറയുന്ന നെഗറ്റീവ് തോട്ടും മറ്റുകളൊക്കെ എന്ത് മാറ്റി വെച്ചുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അത്യാവശ്യം ഈ പറയുന്ന PSCകളിലൊക്കെ അത്യാവശ്യം നിയമം നടക്കുന്ന ഫോഴ്സുകളുടെ എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക സ്ട്രെസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ പറയുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു, ബൈ.